വനിതാ യുവ സംരംഭകർക്ക് കൈരളി പീപ്പിൾ ടിവി ഏർപ്പെടുത്തിയ ജ്വാല പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അഞ്ജലി ചന്ദ്രൻ, ഇന്ദു അയ്യപ്പൻ, മനീഷ പണിക്കർ, രൂപ ജോർജ് എന്നിവരാണ് പുരസ്കാര ജേതാക്കൾ. കൈരളി ടിവി ചെയർമാൻ സ്പെഷ്യൽ പുരസ്കാരം മാളു ഷെയ്ഖയ്ക്ക് മമ്മൂട്ടി നൽകി. വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, എത്രത്തോളം പ്രൗഢഗംഭീരമായിരുന്നു ചടങ്ങുകൾ? തീർച്ചയായും അങ്ങേയറ്റം പ്രൗഢഗംഭീരവും അങ്ങേയറ്റം വൈകാരികവും ആവേശം നിറഞ്ഞതും പ്രചോദനം നിറഞ്ഞതുമായ ഒരു പുരസ്കാര ചടങ്ങിനാണ് കുസാറ്റിലെ സെമിനാർ ഹാളിൽ വേദിയായത്. 5 വിഭാഗങ്ങളിലാണ് അവാർഡ് വിതരണം നടന്നത്. കൈരളി ടിവി ചെയർമാൻ ഭരത് മമ്മൂട്ടി അവാർഡുകൾ വിതരണം ചെയ്തു. വ്യവസായ മന്ത്രി കെ.സി. മൊയ്തീനാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. കൈരളി ടിവി എം.ഡി ജോൺ വിട്ടർ, വി.കെ. ഇബ്രാഹിം കുഞ്ഞ് എം.എൽ.എ തുടങ്ങി ഒട്ടേറെ പ്രമുഖരും ഈ ചടങ്ങിൽ പങ്കെടുത്തു. വ്യവസായ അനുകൂല അന്തരീക്ഷം സംസ്ഥാനത്ത് സൃഷ്ടിക്കുമെന്ന് വ്യവസായ മന്ത്രി പറഞ്ഞു. 30 ദിവസം കൊണ്ട് എല്ലാ രേഖകളും തയ്യാറാക്കി ഒരു വ്യവസായം ആരംഭിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതിനുള്ള നടപടികൾ നടന്നു വരുന്നു എന്നും മന്ത്രി പറഞ്ഞു. ഏതായാലും 5 അവാർഡുകളാണ് നൽകിയത്. സാമൂഹ്യോന്മുഖ യുവ സംരംഭകയായി അഞ്ജലി ചന്ദ്രനും, നവാഗത യുവ സംരംഭകയായി ഇന്ദു അയ്യപ്പനും, ബിസിനസ് ഫാമിലി യുവ സംരംഭകയായി രൂപ ജോർജും, മുഖ്യധാര യുവ സംരംഭകയായി മനീഷ പണിക്കറുമാണ് അവാർഡുകൾ ഏറ്റുവാങ്ങിയത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ചെയർമാൻ സ്വയം മാധ്യമങ്ങളിൽ നിന്ന്, വാർത്തകളിൽ നിന്ന് തെരഞ്ഞെടുത്ത മാളു ഷെയ്ഖ എന്ന ഒരു പെൺകുട്ടിക്ക് നൽകിയ പുരസ്കാരമാണ്. ഏറ്റവും ദുരിതം നിറഞ്ഞ ബാല്യകാലത്തിലൂടെയും ജീവിതത്തിലൂടെയും കടന്നു വന്ന് ഏറ്റവും വലിയ ജീവിത നേട്ടങ്ങൾ നേടുകയും ഒപ്പം IAS സ്വപ്നം കാണുകയും ചെയ്യുന്ന മാളുവിന് ചെയർമാന്റെ പ്രത്യേക പുരസ്കാരം സമ്മാനിച്ചു. ഏറ്റവും വൈകാരികം നിറഞ്ഞതും അങ്ങേയറ്റം ആവേശം നിറഞ്ഞതുമായ ഒരു ചടങ്ങായിരുന്നു ഈ മാളുവിന്റെ പുരസ്കാരദാന ചടങ്ങ് എന്ന് തന്നെ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാളുവിന്റെ തുടർന്നുള്ള എല്ലാ പഠന ചെലവുകളും ഏറ്റെടുക്കുമെന്ന് ഭരത് മമ്മൂട്ടി വേദിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന്റെ ആദ്യ ഗഡുവായി 1 ലക്ഷം രൂപ ഉടൻ തന്നെ മാളുവിന് കൈമാറുമെന്നും മമ്മൂട്ടി അറിയിച്ചതായി കൈരളി ടിവി എം.ഡി ജോൺ പിട്ടാസാണ് സദസ്സിനെ അറിയിച്ചത്. അങ്ങേയറ്റത്തെ ആവേശത്തോടും കയ്യടിയോടും കൂടിയാണ് സദസ്സ് ഇതിനെ വരവേറ്റത്. ഏതായാലും കൈരളി ടിവിയുടെ 3ാമത് ജ്വാല പുരസ്കാര ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. ഏതാണ്ട് 1000-ത്തിലധികം വരുന്ന കാണികളെ സാക്ഷി നിർത്തി, സെമിനാർ ഹാൾ നിറഞ്ഞു കവിഞ്ഞ കാണികളെ സാക്ഷി നിർത്തിയാണ് ചടങ്ങ് അല്പം മുമ്പ് പൂർത്തിയായത്. ശരി, സലീം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. AK ശശീന്ദ്രന്റെ ഫോൺ വിവാദവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 4 പരാതികളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ സമാന്തരമായാണ് പോലീസ് അന്വേഷണം. ഉടൻ തന്നെ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെയും നിയോഗിക്കും. മുൻ മന്ത്രി AK ശശീന്ദ്രനെതിരെ ഒരു സ്വകാര്യ ചാനൽ പുറത്തുവിട്ട ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട് പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം കൂടി ആരംഭിച്ചിരിക്കുന്നത്. ഇതുവരെ വിവാദവുമായി ബന്ധപ്പെട്ട് 4 പരാതികളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ശശീന്ദ്രനൊപ്പം നിൽക്കുന്ന ഫോട്ടോ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചതിനെതിരെ മലപ്പുറം സ്വദേശിനിയായ പെൺകുട്ടിയുടെ സഹോദരൻ പരപ്പനങ്ങാടി പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പെൺകുട്ടി നേരിട്ട് മുഖ്യമന്ത്രിക്ക് അയച്ച പരാതി DGPക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈമാറി. തങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തന്നെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു വാർത്തയുടെ സംരക്ഷണമെന്ന് ചൂണ്ടിക്കാട്ടി വനിതാ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ആരോപണത്തിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്തണമെന്ന പരാതിയും DGPക്ക് കൈമാറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നത്. NCPയുടെ യുവജന വിഭാഗം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ സെല്ലും അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ കൂടുതൽ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ജുഡീഷ്യൽ അന്വേഷണത്തിന് സമാന്തരമായി പോലീസ് അന്വേഷണവും ആരംഭിച്ചത്. ഉടൻ തന്നെ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെയും നിയോഗിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വനിതാ മാധ്യമപ്രവർത്തകരെ ചൂഷണം ചെയ്യുന്നത് സംബന്ധിച്ച് ഗൗരവമായി അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. വനിതകൾക്ക് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള അവസരമുണ്ടാകണമെന്ന് സംസ്ഥാന സെക്രട്ടറി P. സതീദേവി വ്യക്തമാക്കി. സമൂഹമാധ്യമങ്ങൾ വഴി സ്ത്രീകളെ അപമാനിക്കാനുള്ള ശ്രമം പോലീസ് അന്വേഷിക്കണമെന്ന് മഹിളാ അസോസിയേഷൻ നേതാക്കൾ മലപ്പുറത്ത് പറഞ്ഞു. മാധ്യമപ്രവർത്തകരായിട്ടുള്ള പെൺകുട്ടികളെ തെറ്റായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള മാധ്യമ മുതലാളിമാരുടെ ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചും വസ്തുനിഷ്ഠമായിട്ട് കേരളീയ സമൂഹത്തിനെ അറിയിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മാധ്യമപ്രവർത്തകരായിട്ടുള്ള നമ്മുടെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ സംബന്ധിച്ച് വളരെ ഗൗരവതരമായിട്ടുള്ള ചർച്ച ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതിന് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് തീർച്ചയായിട്ടും അവർ ഉന്നയിച്ചിട്ടുള്ള പരാതികൾ പരിശോധിക്കാനും നടപടിയെടുക്കാനും തയ്യാറാവണം. മന്ത്രികാര്യത്തിൽ NCP തീരുമാനമെടുക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇക്കാര്യത്തിൽ CPIM ഇടപെടില്ലെന്നും യെച്ചൂരി ദില്ലിയിൽ പറഞ്ഞു.
The minister who resigned belongs to the NCP. The NCP is partner of the LDF. That seat in the cabinet is for the NCP and it's for the NCP to decide. A judicial inquiry has been ordered till the probe comes out. What the NCP would they want to replace this minister who resigned, voluntarily? Whether they want to replace him in the cabinet or keep that vacant till the probe is over, whatever be that decision, that will be NCP's decision. We have nothing to say about it. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ മദ്യശാലകൾ പൂട്ടണമെന്ന ഉത്തരവിനെതിരായ ഹർജി സുപ്രീം കോടതി വിധി പറയാനായി നാളത്തേക്ക് മാറ്റി. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ മദ്യശാലകൾ മാറ്റാനുള്ള വിധി പൊതുജനങ്ങളുടെ ആരോഗ്യം മുൻനിർത്തിയാണെന്ന് സുപ്രീം കോടതി വിധിയിൽ വ്യക്തത തേടി വിവിധ സംസ്ഥാന സർക്കാരുകളും ബാർ ഉടമകളും നൽകിയ ഹർജിയിലാണ് വിധി പറയാൻ മാറ്റിയത്. 3 മാസം സമയമുണ്ടായിട്ടും വിധിയിൽ വ്യക്തത തേടി ഇപ്പോഴാണോ സർക്കാരും ബാർ ഉടമകളും സമീപിക്കുന്നതെന്നും കോടതി ചോദിച്ചു. വിധിയോട് യോജിക്കുന്നുവെന്നും എന്നാൽ നടപ്പാക്കാൻ കൂടുതൽ സമയം വേണമെന്നുമാണ് കേരള ബിവറേജസ് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടത്. മാർച്ച് 31-നകം പാതയോരങ്ങളിൽ 500 മീറ്ററിനകത്തെ മദ്യശാലകൾ അടച്ചുപൂട്ടണമെന്നായിരുന്നു കോടതി ഉത്തരവ്. അതിനാൽ നാളെ തന്നെ കേസിൽ വിധി ഉണ്ടായേക്കും. മുത്തലാഖ് കേസിൽ വിശദമായ വാദം മെയ് 11 മുതൽ ആരംഭിക്കുമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. തുടർച്ചയായ ദിവസങ്ങളിൽ വാദം കേൾക്കും. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനമാണോ മുത്തലാഖ് എന്ന് സുപ്രീം കോടതി പരിശോധിക്കും. മനുഷ്യാവകാശ ലംഘനമായതിനാൽ 20ഓളം മുസ്ലിം രാജ്യങ്ങളിൽ മുത്തലാഖ് നിരോധിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര നിയമ മന്ത്രാലയം നേരത്തെ നിലപാട് എടുത്തിരുന്നു. എന്നാൽ മുസ്ലിം വ്യക്തി നിയമങ്ങൾ കാലാനുസൃതമായി മാറ്റാനാകില്ലെന്നാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ നിലപാട്. ചീഫ് ജസ്റ്റിസ് JS ഖേഹാർ അധ്യക്ഷനായ 7-അംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. കുട്ടിയൂർ പീഡനത്തിൽ ഇരയായ പെൺകുട്ടിയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ഫാദർ റോബിൻ തന്നെയെന്ന് തെളിഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങളുമായി കുട്ടൻ ചേരുന്നു. കുട്ടൻ, വിവരങ്ങൾ. പ്രതീക്ഷ, കൊട്ടിയൂർ പീഡന കേസ് പരിഗണിക്കുന്ന തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കേസിൽ DNA ടെസ്റ്റ് നടത്തിയത്. ഫാദർ റോബിൻ വടക്കഞ്ചേരി, റോബിൻ പീഡിപ്പിച്ച പെൺകുട്ടി, ചോരക്കുഞ്ഞ് എന്നിവരുടെ രക്തസാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലാബിൽ നടത്തിയ പരിശോധനയുടെ ഫലം ഇന്ന് പോലീസിനും ലഭിച്ചിരിക്കുകയാണ്. ഈ ഫലം പോസിറ്റീവ് ആണെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഫാദർ റോബിൻ വടക്കഞ്ചേരിയാണ് കുട്ടിയുടെ പിതാവെന്ന് ഈ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. പീഡനത്തിനിരയായ പെൺകുട്ടി പ്രസവിച്ച ഉടൻ കുഞ്ഞിനെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. കുഞ്ഞിനെ ഒളിപ്പിച്ചത് വൈത്തിരിയിലെ അനാഥാലയത്തിലായിരുന്നു. ഇവിടെ നിന്ന് പിന്നീട് പോലീസ് കുട്ടിയെ കണ്ടെടുക്കുകയായിരുന്നു. ഈ കേസിൽ വളരെ നിർണായകമായ തെളിവായിരിക്കും ഈ DNA ഫലം. യെസ്, തീർച്ചയായും കുട്ടൻ. അതായത് ഒട്ടേറെ സംശയങ്ങൾ നിലനിന്നിരുന്നു. കാരണം ഈ രീതിയിൽ ഈ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നതിൽ ഒരുപക്ഷെ കുഞ്ഞിനെ മാറ്റുന്നടക്കം ഉള്ള കാര്യങ്ങളിലേക്ക് എത്തിയപ്പോൾ സംശയിച്ചതാണ് ഇതിലേതെങ്കിലും തരത്തിൽ കേസ് അട്ടിമറിക്കപ്പെടുമോ എന്നൊക്കെ. ഈ നിർണായകമായി ഇപ്പോഴത്തെ റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ കേസന്വേഷണത്തിന്റെ മെറിറ്റിലേക്കടക്കമുള്ള സംശയങ്ങൾ തീർന്നിരിക്കുന്നു. കാര്യങ്ങൾ കൂടുതൽ പ്രോസിക്യൂഷന് കോടതിയിലടക്കം നിരത്താൻ കഴിയുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ കേസിനകത്ത് വളരെ ശക്തമായ തെളിവ് തന്നെയാണ് ഈ DNA ഫലം. നേരത്തെ പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല സംശയങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും ഒക്കെ വഴിവെച്ചിരുന്നു. ഈ കുട്ടിയെ അവിടെ നിന്ന് മാറ്റി അനാഥാലയത്തിൽ മാറ്റി മറ്റൊരു കുട്ടിയാവോ കൊണ്ടുവരിക എന്നുൾപ്പെടെയുള്ള പലതരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രചാരണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഈ DNA ഫലം പുറത്തു വന്നതോടുകൂടി വ്യക്തമായിരിക്കുന്നത്. ശരി, കുട്ടനാണ് വിശദാംശങ്ങൾ നൽകിയത്. പരിസ്ഥിതിക്ക് അനുകൂല നിർമ്മാണമാണ് മൂന്നാറിൽ വേണ്ടതെന്ന് കോടിയേരി. മൂന്നാറിൽ പട്ടയ വിതരണം ഉടൻ പൂർത്തിയാക്കണമെന്നും സർക്കാർ അതിനനുസരിച്ച് നിയമനിർമ്മാണം നടത്തണമെന്നും കോടിയേരി പറഞ്ഞു. അതേസമയം വിജിലൻസിനെതിരായ ഹൈക്കോടതി വിലയിരുത്തൽ പരിശോധിക്കുമെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വിലയിരുത്തലുകളും നിഗമനങ്ങളും സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് പരിശോധനയ്ക്ക് വിധേയമാക്കും. പരിസ്ഥിതിക്കിണങ്ങുന്ന കെട്ടിടങ്ങളായിരിക്കണം മൂന്നാറിൽ ഉണ്ടാക്കേണ്ടത്. അതിനനുസരിച്ച് കൊണ്ടൊരു നിയമനിർമ്മാണം നടത്താൻ ഗവൺമെൻറ് തയ്യാറാവും. മൂന്നാറിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കയ്യേറ്റം നടന്നിട്ടില്ല എന്ന വാദം തെറ്റെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കഴിഞ്ഞ സർക്കാർ മൂന്നാറിലേക്ക് തിരിഞ്ഞുപോലും നോക്കിയില്ല. 2010 കോടതി വിധി UDF സർക്കാർ നടപ്പാക്കിയില്ലെന്നും കെട്ടിടങ്ങൾ ഒന്നും പെട്ടെന്ന് പൊങ്ങി വന്നതല്ലെന്നും കാനം കോഴിക്കോട്ട് പറഞ്ഞു. അപ്പോൾ ഉമ്മൻചാണ്ടി 2010 മുതൽ ഉള്ള ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അതിനുശേഷം അധികാരത്തിൽ വന്ന ഗവൺമെൻറ് അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നതാണ് യഥാർത്ഥം. ഞങ്ങളുടെ ഈ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ ആ കോടതി വിധി നടപ്പിലാക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് എന്നുള്ളത് കൊണ്ട് അതിന് റവന്യൂ അധികൃതർ നടപടി സ്വീകരിച്ചു. അതിൻ്റെ അർത്ഥം കഴിഞ്ഞ 5 വർഷക്കാലം ഒരു കയ്യേറ്റവും ഉണ്ടായിട്ടില്ല, അല്ല ഒരു ദിവസം വരുമോ?
MLAS രാജേന്ദ്രന്റെ മൂന്നാറിലെ ഭൂമിയുടെ പട്ടയത്തിന്റെ നിജസ്ഥിതി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി കത്ത് നൽകി. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി തലത്തിൽ പ്രത്യേക പരിശോധന നടത്തണമെന്നാണ് ആവശ്യം. സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും മൂന്നാറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെ തുടരുന്നുവെന്ന് മുഖ്യമന്ത്രി അന്വേഷിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. മൂന്നാറിന്റെ പരിസ്ഥിതിക്ക് യോജിച്ച തരത്തിലുള്ള നിർമ്മാണവും വികസനവുമാണ് വേണ്ടത്. അതുകൊണ്ട് മൂന്നാറിനായി പ്രത്യേക നിയമനിർമ്മാണം നടത്തണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഹൈക്കോടതി കെട്ടിടത്തിന് മുകളിൽ നിന്നും വൃദ്ധൻ ചാടി മരിച്ചു. ഹൈക്കോടതിയുടെ 8ാം നിലയിൽ നിന്നാണ് ഇയാൾ ചാടിയത്. കൊല്ലം സ്വദേശിയായ KL ജോൺസനാണ് മരിച്ചത്. രാവിലെ 11:45 സംഭവം. കേസുകളിൽ നേരിട്ട് ഹാജരാകുന്ന ജോൺസൺ പഞ്ചായത്ത് മതിൽ പൊളിച്ചു കളഞ്ഞതിനെതിരെ നഷ്ടപരിഹാരം തേടിയാണ് ഹൈക്കോടതിയിലെത്തിയത്. 7ാം നിലയിലേക്ക് നടന്നു കയറിയ ജോൺസൺ ആളുകൾ നോക്കി നിൽക്കെയാണ് ചാടിയത്. പലരും ചാടരുതെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞെങ്കിലും ജോൺസൺ അത് ചെവിക്കൊണ്ടില്ലെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ചാടി ഓടാൻ ഞാൻ മുഖം തിരിച്ചു. എനിക്കത് കണ്ടുകൊണ്ടിരിക്കാനുള്ള ഇതുണ്ടായില്ല. മുഖം തിരിച്ചു. പിന്നെ നോക്കുമ്പോൾ കാണുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ബാരിക്കേഡിൽ വന്ന് ഇട്ട് കൈയൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ വന്ന് വീണ് അവിടെ നിന്ന് പിന്നെ പതുക്കെ ഒരു സെക്കൻഡ് കൊണ്ട് താഴെ കാറിൻ്റെ സൈഡിലേക്ക് വീഴുമായിരുന്നു. അത്തേക്ക് ആളുകൾ ഓടിക്കൂടി എടുത്ത് വണ്ടിയിലിട്ട് കൊണ്ടുപോയി. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനമെന്നും കാരണം അന്വേഷിച്ചു വരികയാണെന്നും ACP ലാൽജി പറഞ്ഞു. അദ്ദേഹം ഇവിടെ എന്തോ കേസ് സംബന്ധമായ കാര്യത്തിന് വന്നാണ്, എന്നിട്ട് താഴോട്ട് ചാടിയതായിട്ടാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. മൃതദേഹം ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 77-കാരനായ ജോൺസൺ 5 വർഷം മുൻപ് കൊല്ലം കളക്ടറേറ്റിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നുവെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.